നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ കഴിഞ്ഞാലുടൻ കേരളത്തിൽ മദ്യം ഒഴുക്കാനാണ് പദ്ധതിയെന്നും ആരോപണം ശക്തമാകുന്നു. MP ഗോവിന്ദനെ എക്സൈസ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി MP രാജേഷിനെ കൊണ്ടുവന്നത് എക്സൈസിലെ ഇടപാടുകൾ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് വാദം മുറുകുന്നത്. വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കാൻ വൻകിട മദ്യ കമ്പനികളും രംഗത്തെത്തിക്കഴിഞ്ഞു. ഇതാണ് സർക്കാരിന്റെ പുതിയ പദ്ധതി. ഇലക്ഷൻ കഴിഞ്ഞാലുടൻ വീര്യം കുറഞ്ഞ മദ്യം എത്തും. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി ബക്കാഡി കമ്പനി സർക്കാരിനെ സമീപിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഈടാക്കേണ്ട നികുതി നിരക്ക് സംബന്ധിച്ച ശുപാർശ GST കമ്മീഷണർ സർക്കാരിന് നൽകിയതിന് പിന്നാലെയാണ് മദ്യ കമ്പനികളുടെ നീക്കം. ബക്കാഡി കമ്പനി കുറഞ്ഞ നികുതി നിരക്ക് അടങ്ങുന്ന ശുപാർശ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ഈ ഫയൽ രേഖകൾ തെളിയിക്കുന്നു. അതായത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ സർക്കാർ അനുമതി നൽകിയാൽ ആദ്യം വിപണിയിലെത്തുക വൻകിട മദ്യ കമ്പനികളുടെ ഉൽപ്പന്നമാണെന്ന് ഉറപ്പായി. നിലവിലുള്ള മദ്യത്തിന് 400 രൂപയിൽ കൂടുതലുള്ള ഫുൾ ബോട്ടിലിന് 251% നികുതി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി 80% ആക്കണമെന്നാണ് കമ്പനികളുടെ ആവശ്യം. എന്നാൽ അത്രയും കുറയ്ക്കാൻ സർക്കാർ തയ്യാറായേക്കില്ല. IT, ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് വീര്യം കുറഞ്ഞ മദ്യം വേണമെന്ന് വിലയിരുത്തലിനെ തുടർന്നാണ് സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം അനുവദിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. പരമ്പരാഗത കശുവണ്ടി, മരച്ചീനി കർഷകർക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ വൻകിട മദ്യ കമ്പനികൾ വിപണി പിടിച്ചെടുക്കാനാണ് സാധ്യത. സ്ത്രീകൾ, വിനോദസഞ്ചാരികൾ, IT പാർക്കുകൾ എന്നിവിടങ്ങളിൽ കൂടുതലായി ഇത്തരം മദ്യം വാങ്ങുമെന്നാണ് മദ്യ ഉൽപ്പാദകർ പറയുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ നികുതി കുറയ്ക്കണമെന്നാണ് ഉൽപ്പാദകർ പറയുന്നത്. ഏറെക്കാലമായി ഈ ആവശ്യം സർക്കാരിന് മുൻപിൽ ഉൽപ്പാദകർ വയ്ക്കുന്നുമുണ്ട്. എന്നാൽ അടുത്തിടെ ആവശ്യം ഉൽപ്പാദകർ ശക്തമാക്കി. ഇതോടെയാണ് വഴങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. നേരത്തെ കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം റെഡി ഡ്രിങ്ക് എന്ന രീതിയിൽ വിൽപ്പന ആരംഭിച്ചിരുന്നു. ഇതേ മാതൃക കേരളവും സ്വീകരിക്കണമെന്നാണ് ആവശ്യം. നിലവിൽ കേസിന് 400 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 251% നികുതി. ഇതിന് താഴെ വിലയുള്ള മദ്യത്തിന് 245%. കേരളത്തിൽ വിൽക്കപ്പെടുന്ന ഭൂരിഭാഗം ബ്രാൻഡ് മദ്യത്തിനും 400-ന് മുകളിലാണ് വില. 42.86% സംസ്ഥാനത്ത് പുറത്തിറങ്ങുന്ന മദ്യത്തിലുള്ള ആൽക്കഹോളിന്റെ അളവ്. ഇത് 20% കുറയ്ക്കുമ്പോൾ നികുതിയും കുറയ്ക്കണമെന്നാണ് ഉൽപ്പാദകരുടെ ആവശ്യം. ഇത്തരത്തിൽ നികുതി കുറച്ചു വിൽക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് ആവശ്യക്കാർ ഏറെ ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു. എന്നാൽ 2 തരം നികുതി കൊണ്ടുവന്നാൽ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് നികുതി വകുപ്പ് പറയുന്നത്. വില കുറഞ്ഞ മദ്യം വിറ്റാൽ നികുതി ചോർച്ചയുണ്ടാകില്ലേ എന്ന ആശങ്കയും നികുതി കമ്മീഷണർ നേരത്തെ പല ചർച്ചകളിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ സർക്കാർ മദ്യ ഉൽപ്പാദകരുടെ ആവശ്യം നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത്.